എന്താടാ? നേരെ ഈ മാസത്തെ ടൂറ് നാളെ തന്നെ പോണമെന്നാ രാജു പറയുന്നത്. അതും പാലക്കയം തട്ട്. എടാ, ഇതിനൊക്കെ കുറച്ചെങ്കിലും പൈസ കൈ കാണണ്ടേടാ. എന്തിന്? എല്ലാ പ്രാവശ്യത്തെ പോലെ ഓസ് ചെലവ് മുഴുവൻ ആവാൻ വഹിച്ചോളും. പിന്നെ വണ്ടിക്കും നമുക്ക് ഇന്ധനം അടിക്കാൻ എന്തെങ്കിലും കരുതണം. അത് ഞാൻ നോക്കിക്കോളാം, താൻ വന്നാൽ മതി. എന്നാലേ ഞാൻ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ, അവള് വിട്ടില്ലേലോ? ഭർത്താവിനോട് ചോദിക്കട്ടെ എന്ന് പറയടോ നായരെ, പെങ്കോന്തൻ. നീ പോടാ. എന്തോ ഒടിക്കല ബോസേ, മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുവന്നാണ്. നല്ല അടിപൊളി പൊട്ട സ്ഥലം. അല്ല, നല്ല സ്ഥലം. തുടങ്ങി. ഈ തുണി ഒരു ദിവസം കത്തിച്ചളയണം. ഒന്ന് നിർത്തോ? എടാ, ഇവനെ എനിക്ക് കിട്ടിയതിന്റെ ഭാഗ്യ. അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് ഇവനെ. ഇവൻ എന്റെ പടക്കുതിരയാടാ. പടക്കുതിര മനുഷ്യന്റെ നടോടിഞ്ഞ്. അല്ല, പടക്കുതിര എന്ന് പറഞ്ഞപ്പോ രണ്ടുപേര് കഴുതപ്പുറത്തുണ്ടായില്ലേ? ശരിയാണല്ലോ. എടാ രാജുവേ, ഇത്രയും കയറിയതേ ഉള്ളൂ, മനുഷ്യന്റെ ഊപ്പാട് തീർന്നു. ഓസിയാണെന്ന് ഓർത്ത് വന്നതാ. ഇത്രയും ക്രൂരമായി പോകുമെന്ന് കരുതിയില്ല. എന്നെ തലവടാ ഇത്. എന്റെ ക്രിയേഷൻ, എന്റെ ഇടപാട് തീർന്നു. നിങ്ങളുടെ വണ്ടി എവിടെ? ഇവിടെ താഴെ വെച്ചേക്ക. ഈ കയറുന്നത് എങ്ങനെ കയറാനാ? ചത്തടാ. അയ്യോ, അതൊക്കെ ഇവൻ പറക്കല്ലായിരുന്നോ? കണ്ടീഷൻ വണ്ടിയാ അല്ലേ? അടിപൊളി. രാജു, ഞാൻ ഈ നാട്ടുകാരനായിട്ട് ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടുന്ന് പോകാനേ തോന്നണല്ലോ മനോഹരേട്ടാ. ഇനി തോന്നിയാലും പോകാൻ പറ്റുമെന്ന് തോന്നില്ല, സമയം പതിരായി. നമുക്കേ അടുത്ത ട്രിപ്പേ ഗുണ്ടൽപേട്ട് പിടിച്ചാലോ? ഗുണ്ടൽപേട്ടോ? ഗുണ്ടൽപേട്ട് എന്നൊക്കെ പറയാനുള്ള ആരും കൊണ്ടുണ്ടോ നിനക്ക്? അവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവനോട് എവറസ്റ്റ് വരെ കയറി കിടക്കും. എന്റെ ഈശ്വര, ഈ ലോതിയ പല ബുള്ളറ്റ് ഭ്രാന്തന്മാരെ കണ്ടിട്ടുണ്ട്. എന്റെ രാജ്യം, നിനക്ക് ഇത് എന്തൊരു പാട്ടാണ് ബുള്ളറ്റിനോട്? അതെ, പണ്ട് എൻ്റെ അപ്പൻ കാപ്പിമല പള്ളിപ്പെരുന്നാൾ വെച്ച് എനിക്കൊരു കുഞ്ഞു ബൈക്ക് വാങ്ങി തന്നു. അന്ന് തുടങ്ങിയതാ ബൈക്കിനോടുള്ള എൻ്റെ പ്രണയം. പിന്നീട് ഞാൻ ആദ്യമായിട്ടൊരു ബുള്ളറ്റ് കാണുന്നത് നമ്മുടെ പള്ളിയിലെ സേവിയർ അച്ഛൻ വാങ്ങിച്ചൊരു ബുള്ളറ്റാണ്. ഒരു ഇംഗ്ലണ്ട്, മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് 64 മോഡൽ. പിന്നെ പള്ളി പോകുന്ന തന്നെ ഈ ബുള്ളറ്റ് കാണാൻ വേണ്ടിയാ. അതിൻ്റെ ശബ്ദവും എടുപ്പും കരുത്തും ഒരു രാജകീയ ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനതിൽ കയറി പോകുന്ന കാണാൻ. അന്ന് തീരുമാനിച്ച വലുതാവുമ്പോൾ അതുപോലെ ഒരെണ്ണം വാങ്ങണമെന്ന്. പിന്നെ ഇവൻ എൻ്റെ കൈ കിട്ടുമ്പോൾ കത്തിക്കരിഞ്ഞ് കിടക്കുമായിരുന്നു. ഞാനിവന് ജീവൻ കൊടുത്തു. പിന്നീട് എപ്പോഴൊക്കെയോ ഞാനിവനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇതിൽ കയറിയിരിക്കുമ്പോൾ ഒരു പ്രത്യേക കോൺഫിഡൻസാണ്. ഇതെൻ്റെ മാത്രമല്ല കേട്ടോ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ വികാരമാണ് ഈ കാണുന്ന ബുള്ളറ്റ്.
അനിയേഷേ പാതിരാത്രി പാലക്കയം തട്ടെന്താടാ പരിപാടി? വെള്ളടിക്കാൻ പോയതാവും സാറേ. അതെങ്ങനെ മനസ്സിലായി? നിന്നെയൊക്കെ കണ്ടാലറിയാലോ. വണ്ടി ഇപ്പൊ മംഗലാറ്റെത്തി കാണും. സാറേ, ഒരാൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടതാ. എന്നിട്ടെന്താ പിടിക്കാതിരുന്നത്? അതല്ല സാർ, ദൂരത്തെത്തിയപ്പോഴാണ് കണ്ടത്. ആളെ കണ്ടാ തിരിച്ചറിയോ? ഇല്ല സാർ. ബുക്കും പേപ്പറും ഒക്കെ ഒറിജിനൽ വീട്ടിലുണ്ട്. നമ്പറും ഡീറ്റെയിൽസും വെച്ച് ഒരു പരാതി എഴുതിക്കൊടു. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. എനിക്ക് സാർ, വണ്ടി ഇന്ന് തന്നെ കിട്ടിയിരിക്കുമല്ലേ? കള്ളം കൊണ്ടുവന്നു വന്നാൽ ഇന്ന് തന്നെ കിട്ടും. വിളിച്ചോണ്ട് പോടോ. ആ വന്നേ. എത്ര കാലമായി സാർ ഇങ്ങനെ നടക്കുന്നത്? ശരിയാക്കാടോ, കിട്ടുമ്പോൾ വിളിക്കും. അവരെ വണ്ടി പോയതാ. ഹലോ, ബായ്. നിങ്ങളെ വണ്ടി പോയി അല്ലേ? ആ, എൻ്റെ വണ്ടി പോയിട്ട് 8 മാസമായി. ഏതാ വണ്ടി? സ്പ്ലെൻഡർ. എൻ്റെ ബുള്ളറ്റാ. SI അന്വേഷിക്കാന്ന് പറയുന്നുണ്ട്. എന്ത് അന്വേഷണം? ഒരു കാര്യമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ നമ്പർ ഇതാ. എന്തെങ്കിലും വിവരം കിട്ടുമെന്നൊക്കെ ഞാൻ വിളിക്കാം. കള്ളന്മാർ വണ്ടികൾ മോഷ്ടിച്ച് മംഗലാപുരത്തുള്ള ഗുജറി ബസാർ കൊണ്ടുപോയി വിൽക്കും. മംഗലാപുരത്തോ? ആ, അവിടുന്ന് അവർ സെക്കൻഡ് വെച്ച് പൊളിച്ച് പീസാക്കും. പൊളിക്കാനോ? പിന്നല്ല, അതിന് മാത്രമായിട്ട് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. പോലീസുകാർ പറഞ്ഞതാ. ഈ പോലീസുകാർക്ക് കഴിച്ചാലാവാൻ വേണ്ടി ഓരോന്ന് പറയും. അത് കേട്ടപ്പാട് ഇങ്ങോട്ട് വരുത്താ. നീ നാട്ടിൽ തപ്പീനാ? ഇല്ല. നാട്ടിൽ നിന്ന് കള്ളമാറില്ല എനിറ്റാ. എടാ, നീ ആദ്യം ആടെ നോക്ക്. അതല്ല, മംഗലാപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് യുജറിയിലെത്തും. അതുറപ്പാണ്. നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് നോക്കാം. ಚಂದ್ರು ಅದಲ್ಲ ಆಚೆ ಕಡೆ ಮಡಗು. ಸಾಯಂಕಾಲ ಕಾಡು ಬರುತ್ತೆ. ಬೆಲ್ಲ ಲೋಡ್ ಮಾಡಿ ಕಳಿಸಿದ್ರು. രാജു എവിടെ? മംഗലാപുരത്തേക്കാന്ന് പറഞ്ഞ് പോയതാണ്. എപ്പോ വരുമെന്ന് അറിയില്ല. മംഗലാപുരത്തേക്കോ? അപ്പൊ അതാണ് കന്നഡ പറയുന്നത്. ഹലോ അമ്മേ, ഞാൻ മംഗലാപുരത്താ. മംഗലാപുരത്തോ? ആ, വണ്ടി അന്വേഷിച്ച് വന്നതാ. നാളെ വരാൻ പറ്റൂ? ഹാ, എങ്ങനെ കണ്ടുപിടിക്കാനാ മോനെ? നോക്കട്ടെ അമ്മേ, ഞാൻ എന്തായാലും അമ്മേനെ നാളെ വിളിക്കാം. ആ, അതൊന്നും പറ്റൂല. ഇവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ. നീ വേഗം കയറി ഇങ്ങോട്ട് വരാൻ നോക്ക്. ഹലോ, അവൻ വച്ചു. അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. എൻ്റെ കുഞ്ഞിനൊരു വഴി കാണിച്ചു കൊടുക്കണേ. ഓ, ഏത് കാലമാടനാണോ അത് കൊണ്ടുപോയത്?